ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ക്രിസ്പി ആയിട്ടുള്ളതുമായ ചിക്കൻ ഫ്രൈയേക്കാളും സ്വാദിൽ നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന വാഴക്കൂമ്പ് വെച്ചിട്ട് നല്ലൊരു ഫ്രൈ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. ഈ ഒരു ഫ്രൈയെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു റെസിപ്പിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനിയിപ്പോൾ വൈകിട്ടത്തെ ചൂട് കട്ടൻ ചായക്കൊപ്പവും ഉച്ചയ്ക്കത്തെ ഊണിന് സൈഡായിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഒരു വാഴക്കൂമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊരു റെസിപ്പിയെ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടമായ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ക്രിസ്പി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ വാഴക്കൂമ്പ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. വാഴക്കൂമ്പ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാഴക്കൂമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ പൂവിനെയും നമുക്കൊന്ന് അടർത്തിയെടുക്കാം. വാഴക്കൂമ്പ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണോട്ടോ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈക്ക് ഒരു കയ്പ്പ് രസമൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂമ്പാണ്. ഇനി ഈ കൂമ്പിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ പൂവിനെയും നമുക്കൊന്ന് അടർത്തിയെടുക്കണം. ഓരോ ഇതളുകളുടെയും ഉള്ളിലാണ് പൂവിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വാഴപ്പൂവെല്ലാം തന്നെ ഞാനിവിടെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടർത്തിയെടുത്തിട്ടുള്ള പൂവിൻ്റെ ഉൾഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ഒരു കാര്യം കൂടെ എടുത്ത് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്കിത് പെട്ടെന്ന് ദഹിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി മാറും. പൂവിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു കട്ടിയുള്ള ഭാഗം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ മഞ്ഞൾ വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾ വെള്ളം എടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇതിനെ ഒന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട്. ഞാനിവിടെ എല്ലാ പൂവും ഇതുപോലെ മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത വെള്ളത്തിലാണ് മുക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിനെ നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. നല്ലതുപോലെ കഴുകിയെടുത്ത വാഴപ്പൂവിനെ നമുക്കിന്ന് മസാല പുരട്ടിയെടുക്കണം. ഇതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പിന്റെ കൂടെ തന്നെ ഒരു സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടിയുടെ കൂടെ തന്നെ എരിവെള്ള മുളക് പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ അളവില് നല്ല ജീരകം പൊടിച്ചതാണ്. ജീരകപ്പൊടി എടുത്തു കഴിഞ്ഞാൽ 1/2 സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1/2 സ്പൂൺ അളവിലെ ചിക്കൻ മസാല കൂടി വേണം. ഇനി മസാലയെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ 1 സ്പൂൺ അളവില് മൈദപ്പൊടി ചേർക്കണം. ഇനി ഇതിന്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവില് കോൺഫ്ലോർ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വാഴപ്പൂവിനെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് അധികം ഒന്നും വെള്ളം വീഴ്ത്താതെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പൂവിലുണ്ടായിരുന്ന വെള്ളം കൂടെ ചേരുമ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവാനും സാധ്യതയുണ്ട്. നമുക്കിതെല്ലാം കുഴച്ചതിന് ശേഷം കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതുമാണ്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എല്ലാം വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലപ്പൊടികളെല്ലാം തന്നെയും ഈ പൂവിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെയും കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അധികം ഒന്നും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതിനെ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കാനായിട്ടും. ഒറ്റടിക്ക് തന്നെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുവാണെങ്കിൽ ഇതിലേക്ക് വെള്ളം കൂടി പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇത് നോക്കി വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ടും. ഞാനിപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് 1/2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. വാഴപ്പൂവിനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഇപ്പോൾ നല്ല പോലെ ചൂടായും വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റാം. കറിവേപ്പിലയുടെ കളറൊന്നും പോവാതെ വേണം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാനായിട്ടും. കറിവേപ്പിലയെ ഫ്രൈ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഓരോ പൂവിനെയും വാരിയിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞൊക്കെ പോവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. നല്ലതുപോലെ മൂത്ത് പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം കോരിയെടുക്കാനായി. ഞാനിപ്പോൾ നല്ലവണ്ണം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പൂവും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് നല്ലതുപോലെ ലൂസാക്കി ബജിയൊക്കെ മുക്കി പൊരിച്ചെടുക്കുന്നത് പോലെയും ഈ ഒരു വാഴപ്പൂവിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വാഴപ്പൂവ് ഇവിടെ എല്ലാം നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ഒരു മസാലയിൽ അതിലും രുചിയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റി കൊടുക്കാം. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് കൂടെ മാറ്റുവാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് നമുക്കിതിനെ പൊരിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണ് നമ്മൾ ഈ വാഴപ്പൂവിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഫ്രൈയെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു റെസിപ്പിയെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ വീട്ടിൽ നമ്മൾ നിത്യവും ഉണ്ടാക്കുന്ന വാഴപ്പൂ തോരൻ കറികൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതേ ഒരു രീതിയിൽ ഒരു ഫ്രൈ കൂടെ തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കണേ. ഇനിയിപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം വിളമ്പാനും ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുവാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ വാക്കുകളുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്കും എത്തപ്പെടുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനി കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.